പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാനൊരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോകളും പ്രസംഗങ്ങളുമെല്ലാം നിങ്ങൾ ശ്രവിച്ചതിന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കുള്ള വിഷയം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കുന്നത്. കാരണം വളരെ പൗരാണികമായ, വളരെ കോൺട്രഡിക്ടറി ആയ ഒരു വിഷയമാണത്. നീതിമാനായ ലോത്ത്. വളരെയേറെ നിങ്ങൾക്ക് കേൾവിക്കാർക്ക് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ നീതിമാനായ ലോത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത്, അധികം നമ്മുടെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നവരോ ഇവിടെ കടന്നുപോയവരോ ആരും അധികമായി പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് നീതിമാനായ ലോത്ത് എന്ന് പറയുന്നത്. കാരണം വിശുദ്ധ ബൈബിളിൽ വേറെ മറ്റ് ധാരാളം നീതിമാന്മാരുണ്ട്. വളരെ പേരെടുത്ത് പറഞ്ഞ തലമുറകളെ മുഴുവൻ നശിപ്പിച്ചപ്പോഴും നിലനിർത്തിയതായ നീതിമാന്മാരുടെ പട്ടിക ഇവിടെയുണ്ട്. ഇയ്യോബ്, നോഹ, അബ്രഹാം, ഇങ്ങനെയുള്ളതായ ദൈവം വിരലിൽ എണ്ണിപ്പറയുന്ന നീതിമാന്മാരുള്ള ഭാഗത്താണ് ഞാൻ ഇന്ന് നീതിമാനായ ലോത്ത് എന്ന് പറയുന്ന വിഷയവുമായി വരുന്നത്. അതിന് ഒന്നാമത്തെ ഭാഗം നമുക്ക് ഏതാണ്ട് വിവാഹം കഴിഞ്ഞ് യുദ്ധം വിജയിച്ച് തിരിച്ചു വരുന്ന ലോകത്തിൽ നമുക്ക് അവസാനിപ്പിക്കണം. സോദോമും ഗോമേറയും സോവാറും ഒക്കെ നമുക്ക് രണ്ടാം ഭാഗത്തിൽ സംവാദിക്കാം. നമ്മൾ ഇവിടെ ലോത്തിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നീതിമാനാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്ന പ്രദേശം പോലും, എന്ന ഭാഗം പോലും പഴയ നിയമത്തിലല്ല. എന്നാൽ അവിടെ ചെറിയ ഒരു ഹിന്റ് നമുക്ക് എഴുത്തുകാരൻ തന്നിട്ടുണ്ട്, മോശ തന്നിട്ടുണ്ട്. ഈ മോശ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത് മോശയാണ്. ആ കാലത്ത് മോശ ജീവിച്ചിരിപ്പില്ല. മോശയ്ക്ക് ആ കാലത്തെ ഈ 5 പുസ്തകങ്ങൾ എഴുതുവാനായി ഞാൻ മനസ്സിലാക്കുന്നു ചരിത്രരേഖകളിൽ നിന്ന് ഒന്നുകിൽ വെളിപാടുകൾ അല്ലെങ്കിൽ താളുകൾ, അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദർശനങ്ങളായിരിക്കാം. എന്ത് തന്നെയായാലും BC 1450 മുമ്പ് ആണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർണ്ണമായും പറഞ്ഞ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കാലഘട്ടത്തിൽ ഈ എഴുത്തുകാരൻ്റെ പൂർവികനോ ഒന്നും ജീവിച്ചിരിപ്പില്ല. എന്നാൽ അതിൽ ചില ഹിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ലോത്ത് നീതിമാനാണ് എന്ന് ഉള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കി തരുവാൻ. എന്നാൽ നേരിട്ട് നീതിമാനാണെന്നെന്നും പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ലോത്തിനെയും അബ്രഹാമിനെയും സാറായിയെയും തേരഹിനെയും ഒക്കെ കുറിച്ച് പറയുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായമാണ്. ഇവിടെ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ പലായനം തുടങ്ങുന്നതായ ആ ഒരു തലമുറകളെക്കുറിച്ച് പറയുന്ന ഒരു വംശാവലികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടതായ അബ്രഹാമിൻ്റെ പലായനം ഒരു ജാതിക്ക് വേണ്ടിയുള്ള പലായനത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തിന് കാണുവാൻ കഴിയും. തേരഹിലെ ഒക്കെ ഷേമിൽ നിന്നും വംശം 11-ാം അധ്യായം ഇങ്ങോട്ട് വായിക്കുമ്പോഴേ, 11-ാം അധ്യായം വായിച്ചു 10 നമ്മൾ 18-ലൊക്കെ വരുമ്പോഴേ ഷേമിൻ്റെ വംശാവലം വരുന്നുണ്ട്. ശെരൂഗിൻ്റെ 30 വയസ്സായപ്പോൾ നരോഹിനെ ജനിപ്പിച്ചതും. നരോഹിൽ എത്തിക്കഴിയുമ്പോഴേ നമുക്ക് കാണുവാൻ കഴിയും ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ് എഴുത്തുകാരൻ. നരോഹിൽ നിന്നും തേരഹിൻ്റെ ജനനം ആണ് എടുത്തു വരുന്നത്. തേരഹിൻ്റെ ജനനം കഴിഞ്ഞ ഉടൻ തന്നെ പിന്നീട് ഒരു വലിയൊരു സംഭവ വികാസം തുടർന്നു വരികയാണ്. തേരഹിൻ്റെ കുറിച്ച് പറയുമ്പോഴേ തേരഹിൻ്റെ തൊഴിൽ, തേരഹ് ജീവിച്ച പട്ടണം, തേരഹ് വിശ്വസിച്ചിരുന്ന തേരഹിൻ്റെ ദൈവം, തേരഹ് പ്രവൃത്തിയെടുത്തിരുന്ന തേരഹിൻ്റെ ദൈവങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ ആലോചിച്ചുകൊണ്ടാണ് പറയുന്നത് ദൈവങ്ങൾ എന്ന. കാരണം തേരഹിൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു.
വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒക്കെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാകും. ബോംബെയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ ഗണേഷ് വിഗ്രഹങ്ങൾ വെക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആ ചെമ്പൂര് ഭാഗത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ഗണേശ ചതുർത്ഥിക്ക് ധാരാളം വിഗ്രഹങ്ങൾ ഒക്കെ ഇങ്ങനെ പല പ്ലാസ്റ്റർ ഓഫ് പാരീസിലും സ്വർണം പൂശിയതും ചെമ്പ് പൂശിയതും നിമഞ്ജനം ചെയ്യുവാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കാണാം. ഇതിലേർപ്പെട്ടിരിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു മാർവാടികളോ അല്ലെങ്കിൽ ചിലപ്പം മറാഠികളോ ചിലപ്പം മലയാളികളോ ഒക്കെ കാണും. ഇവരാരും ഇവരുടെ മതമോ ജാതിയോ ഇവരുടെ വിശ്വാസമോ ദേശീയതയോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അത്തരം സന്ദർഭങ്ങൾ ചോദിക്കാം. പക്ഷെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കയറി കണ്ടിട്ടുണ്ട്. അപ്പോഴേ വിവിധ രൂപത്തിലുള്ള വളരെ എക്സ്പോഷർ ആയിട്ട് നിൽക്കുന്ന വിവിധ വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഗണേഷ് വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട. കാരണം ഈ വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്, മെയിൻ ഫെസ്റ്റിവലാണ് ഗണേഷ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ അത് ഞാൻ പലപ്പോഴും ദേരഹിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ചിന്തിക്കുമ്പോഴേ എൻ്റെ മനസ്സിന് ആദ്യം ഓർമ്മ വരുന്നത് ഇത്തരം വിഗ്രഹങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കല്ലിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുണ്ടെന്ന് അറിയില്ല, മണ്ണിലും വിവിധ തരം മണ്ണുകൾ കുഴച്ചുണ്ടാക്കി കെമിക്കൽ രൂപത്തിലേക്കൊക്കെ എത്തിച്ച് ചെയ്യുന്നതായ ഒരു ജോലി ചെയ്തൊരു വ്യക്തിയാണ് തേരഹൻ. എന്നാൽ ആ വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഉരുപ്പടിയിലൂടെ കടന്നു പോകുന്ന വിഗ്രഹങ്ങളുടെ ദൈവങ്ങളുടെ രൂപങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. കാരണം അദ്ദേഹം തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നില്ല അദ്ദേഹം ഏകദൈവത്തിൽ വിശ്വസിച്ച് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും നമുക്ക് ഒരു വിശ്വാസിക്ക് വിഷ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു സാധനം വിൽക്കാൻ പറ്റത്തില്ല ജനങ്ങൾക്ക്. വിശ്വാസിക്ക് ഒരിക്കലും തിന്മ നിറഞ്ഞ ഒരു വസ്തുത സമൂഹത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വാസി അല്ല. കാരണം അയാൾ വൈകിട്ട് പ്രാർത്ഥിക്കുകയും പകല് ഇത്തരം പ്രവൃത്തി ചെയ്ത് പണം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും വിശ്വാസി രക്ഷയുടെ അനുഭവം ലഭിക്കും? അപ്പം സ്വാഭാവികമായിട്ടും തേരഹിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴേ തേരഹ ഒരിക്കലും അത്തരത്തിലുള്ള സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസി ആയിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ കഥാകാരൻ, ഇവിടുത്തെ എഴുത്തുകാരൻ നായകനായി തേരഹിനെ അല്ല കൊണ്ടുവരുന്നത്. തേരഹിനെ കുറിച്ച് പറയുകയും തേരഹിന്റെ മക്കളെ കുറിച്ച് പറയുകയും ചെയ്യേണ്ടത് ഒരു ജനതയ്ക്ക് ഒരു വലിയ ജാതിയുടെ രൂപം കൊള്ളലിനും രൂപാന്തരണത്തിനും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് തേരഹിന്റെ പട്ടണങ്ങളൊക്കെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. തേരഹിനെ കുറിച്ച് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തേരഹിന്റെ പട്ടണം മെസപ്പൊട്ടേമിയയിലെ കൽദയ ഊർ എന്നാണ് പറയുന്നത്. ഈ ഊര് എന്നത് സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചരിത്രത്തിൽ നിന്ന്. പക്ഷേ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മെസപ്പൊട്ടേമിയയിലെ കുത്ത എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പറയുന്ന അബ്രഹാമിന്റെ പിതാവായ തേരഹ ജീവിച്ചിരുന്നതും. അതുപോലെ അബ്രഹാമിന്റെ ജനനത്തെക്കുറിച്ച് പോലും 1948 വർഷം 1813 ഇതിന് മുമ്പ് BC 1813 1948 വർഷം പിമ്പോട്ട് മൊത്തത്തിലൊന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലായി. ഏതാണ്ട് 13,500 വർഷം മുമ്പ്. അപ്പം ഈ കാലഘട്ടത്തിലെ കുത്ത എന്ന് പറയുന്ന മെസപ്പൊട്ടേമിയയിലെ കൽദയ ഊര് എന്ന് പറയുന്ന പ്രദേശമാണ് ഈ തേരഹിന്റെ ജീവിത പ്രദേശം. തേരഹിന്റെ മക്കൾ 3 പേര്. ഞാൻ പെട്ടെന്ന് തന്നെ തേരഹിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ലോത്തിലെത്താം. കാരണം ഈ തേരഹിനെ പറയാതെ ലോത്തിലെത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം അവിടെ 4 ബന്ധങ്ങൾ കിടപ്പുണ്ട്. മിൽക്കയുണ്ട്, സാറയുണ്ട്, ഹാരാനുണ്ട്. ഇവരുടെ ദേശത്തിന് തന്നെ പേര് ഹാരാൻ എന്നുണ്ട്. അപ്പം വളരെയേറെ ഈ പറയുന്ന ചരിത്ര വ്യക്തികളുമായിട്ട് ഈ വിഷയം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാതെ അത് വിട്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന് ഏതാണ്ട് 2 ദിവസം മാറ്റി കണ്ടുവരുന്നത്. പെട്ടെന്ന് ഞാൻ ഹാരാനിലേക്ക് എത്താം. അപ്പോഴ് ഈ അബ്രഹാമിന്റെ 3 മക്കളില് മൂത്ത മകനാണ് ഹാരാൻ. രണ്ടാമത്തെ മകനുണ്ട് നാഹോറുണ്ട്. 3-ാമത്തെ മകനായിരിക്കാം അബ്രഹാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ 2-ാമത്തെ മകനായിരിക്കാം അബ്രഹാം. അപ്പം എന്തായാലും ഹാരാൻ മൂത്ത മകൻ തന്നെയാണ്. ഹാരാൻ ഒരു മകനെ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നിലേറെയോ മക്കളെ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കാരണം മിൽക്കായെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് മിൽക്ക ഹാരാന്റെ മകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം മനസ്സിലാക്കാം ഇത് ലോത്തിന്റെ ജനനശേഷം തന്റെ പിതാവായ ഹാരാൻ മരണപ്പെടുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തേരഹിന് മൂത്ത കൊച്ചുമകനാണ്. വളരെയേറെ സ്നേഹവും വളരെയേറെ വാത്സല്യമുള്ള ഒരു കൊച്ചുമകനാണ്. എന്നാൽ അബ്രഹാമും ഇളയ മകനായതുകൊണ്ട് അത്രയും തന്നെ സ്നേഹമുണ്ട്. ഇവിടെയാണ് ദൈവം തേരഹിനെ അബ്രഹാമിൽ നിന്നും വിളിച്ചു മാറ്റുന്നത്.
തിരിച്ചും പറയാം കുറച്ചുകൂടെ വ്യക്തമായിട്ട്. അബ്രഹാമിനെ തേരഹിൽ നിന്നും വിളിച്ചു മാറ്റുന്നത്, ഇതിൽ ഏറ്റവും ശരിയായ അംശം എന്ന് പറയുന്നത് അബ്രഹാമിനെ തേരഹിൽ നിന്ന് മാറ്റുക എന്നതാണ്. പക്ഷേ ഇത് വലിയ പെട്ടെന്ന് നടക്കാതെ വരുന്നൊരു പ്രവൃത്തിയാണ്. തേരഹ് അബ്രഹാമിനെ വിട്ട് മാറുന്നില്ല. തൻ്റെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി, തൻ്റെ തലമുറ ജനിപ്പിക്കാൻ വേണ്ടി അവിടെ ആവശ്യമുണ്ടായിരുന്നത് ഒരു അബ്രഹാമിനെയും ഒരു സാറായെയായിരുന്നു. അബ്രഹാം അല്ല, അബ്രാമാണ്. നമ്മളാണ് അബ്രഹാം ഇട്ടത്, ജയം ഇട്ടത്. നമ്മളോ നമ്മുടെ തലമുറകളോ നമ്മുടെ BC to AD ആണ് ഇട്ടത്. അബ്രാമാണ്. അങ്ങനെ വരുമ്പോഴേ സ്വന്തം മകനെയും കൊച്ചുമകനെയും രണ്ടുപേരും ഈ കളയാനുള്ള ചരിത്രത്തിൽ നാഹോറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അബ്രാമും ഈ പറയുന്ന ലോത്തും അബ്രഹാമും സാറയും സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ തേരഹ് തന്റെ തൊഴിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഹാരാൻ ദേശത്തിന്റെ തുമ്പ് വരെ യാത്രയെന്ന് പറയുന്നു. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ എന്നറിയില്ല. എന്തായാലും ലോത്തും പിതാവായ തേരഹും അബ്രഹാമും ജ്യേഷ്ഠ അതായത് ഇയാളെ നമ്മുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന്റെ അനിയന്റെ ഭാര്യയായ സാറയും, അപ്പൊ ഈ 4 പേരടങ്ങുന്ന സംഘം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ ചിന്തയിൽ വന്നൊരു വിഷയം, അപ്പൊ അവിടെ ഈ അബ്രഹാമിന് അമ്മ അവിടെ ഇല്ലേ, തേരഹിന്റെ ഭാര്യ? അന്നത്തെ കാലത്തെ പഴയ നിയമ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് യാതൊരു സമൂഹത്തിലൊരു മുൻഗണനയോ, ഭർത്താവ് പോയിട്ട് എന്ന് വരും, കച്ചവടങ്ങൾ തിരിച്ചു വരും, അങ്ങനെയൊന്നും അറിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല വിചാരിക്കാം. എന്നിരുന്നാൽ പോലും അബ്രഹാമിനെ പോലെ നീതിയുള്ള ഒരു കുടുംബത്തിൽ ഒരു മകനൊക്കെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പ്രാധാന്യം ഉണ്ടായിരിക്കാം. പക്ഷെ അവരെ പോലും ഉപേക്ഷിച്ചിട്ടായിരുന്നിരിക്കാം, അവരെ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ആയിരുന്നിരിക്കാം ഈ 4 പേരുടെ സഞ്ചാരം. ഇവർ വന്നിട്ട് അപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ പഠനങ്ങളിലെല്ലാം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ദൈവത്തിന് അപ്പോഴും അബ്രഹാമിൽ നിന്നും സാറയിൽ നിന്നും ലോത്തും തേരഹും വിട്ടുമാറി വേറെ പിരിയണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ വളരെ ദൃശ്യമായ സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരം ആയിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് തന്നെ മരിച്ചു. തന്റെ ദേശത്തിന് വെളിയിലേക്ക് ഒരു മൈഗ്രന്റ് ആയിട്ട് പോകാതെ തന്നെ മരിക്കുന്ന തേരഹിനെയാണ് നമ്മൾ കാണുന്നത്. ഹാരാൻ തന്റെ മൂത്ത മകന്റെ പേരും കൂടാണ് ഹാരാൻ. അപ്പം ആ ദേശത്തില് അപ്പോൾ കാരണം ഈ പറയുന്ന പഴയ നിയമ കാലഘട്ടം എടുത്താൽ നമുക്ക് മനസ്സിലാവും, ഈ പല വ്യക്തികളുടെ പേരുമായിട്ട് ദേശത്തിന്റെ പേരിന് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് തന്നെ തേരഹിന്റെ അന്ത്യം ആയിരിക്കുന്നു. പിന്നെ അവശേഷിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ലോത്തും സാറയും അബ്രഹാമുമാണ്. ഇവരവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അവർ യാത്ര ചെയ്ത് പ്രദേശങ്ങളിൽ ഇങ്ങനെ പിന്നിട്ട് പലതും വന്ന് യോർദാന്റെ ഏതാണ്ട് തീരത്തോടൊക്കെ അടുത്തു. ഇവർക്ക് യാത്ര 1 ദിവസവും 2 ദിവസവും കൊണ്ടല്ല. നമ്മളെ പുസ്തകത്തിനകത്ത് എഴുത്തുകാരൻ വളരെ അടുത്ത പേജുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിനൊരു നീണ്ട കാലം എടുത്തിട്ടുണ്ട്. കാരണം ആടുമാടുകൾ പറ്റി വരികയാണെങ്കിൽ അവരെ ഗർഭധാരണ സമയത്തിന് ഒന്നിനൊന്നിനെയും കൊല്ലമൊക്കെ വേണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും ആടുകളും പശുക്കളും ഇടയന്മാരും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ വലിയ ഒരു അളവിലേക്ക് അവർ വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറെ സമയം എടുത്തിരിക്കുന്നു. ഈ സമയത്ത് ഒരു കുഞ്ഞുങ്ങളൊന്നുമില്ല. സാറായെ കുറിച്ച് നമുക്കറിയാം, വാർദ്ധക്യത്തിലാണ് ഗർഭിണിയാവുന്നത്. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല. ലോത്ത് ആ സമയത്ത് വിവാഹം കഴിച്ചിരുന്നോ എന്നറിയില്ല ഇവരുടെ യാത്രയുടെ തുടക്കത്തിൽ. എന്തായാലും യാത്രയുടെ ഒരു പരിധിയിൽ വെച്ച് ലോത്ത് വിവാഹത്തിനായിരിക്കുകയാണ്. അപ്പൊ ഇവരെത്തിച്ചേർന്നിരിക്കുന്ന യോർദാൻ പ്രദേശമായപ്പോഴും ഇവർ തമ്മിൽ യാതൊരു സ്വരച്ചേർച്ച ഇല്ലായ്മയില്ല. വളരെ സ്നേഹത്തിലും സ്വരച്ചേർച്ചയിലുമാണ് ഈ അബ്രഹാമും ലോത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു കാനാന്യരും പരീസരും ദേശത്ത് ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രഹാമും ലോത്തും തമ്മിൽ പറയുന്നുണ്ട്, എന്റെയും ഇടയന്മാർക്ക് തമ്മിൽ ഇടർച്ച ഉണ്ടായപ്പോൾ, അതായത് സ്റ്റാഫ് പ്രോബ്ലം അവിടെ ഉണ്ടായിരിക്കുകയാണ്. എംപ്ലോയി നമ്മുടെ നാട്ടിലെപ്പോഴും പറഞ്ഞ കമ്പനിക്കുള്ളിൽ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടും അത് ഇവരുടെ വികസനത്തെ അത് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, അനാരോഗ്യകരമായ ചുറ്റുപാടിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് അതുപോലെ ചെയർമാൻമാരായ ലോത്തും അബ്രഹാമും ഇടപെട്ടിട്ട് അവരുടെ ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അവർ പറയുക, നമുക്ക് വേർപിരിയാം. അപ്പോഴും വിട്ടുവീഴ്ചയുടെ മനോഭാവമുള്ളവനാണ് അബ്രഹാം. ലോത്തിന് വിട്ടുവീഴ്ചയുടെ മനോഭാവം ഇല്ലെന്നല്ല. ലോത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഒരാളാണ്. ലോത്ത് അതായത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാൻ അറിയാം, നമ്മൾക്കൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിയാം. പക്ഷെ മെറ്റീരിയലായ കാര്യം വരുമ്പോൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കേസോ വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി കേസോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വരുന്നൊരു കേസ് വരുമ്പോൾ നമ്മൾ വെതുക്കി അങ്ങ് മാറും. വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ ലാൻഡ് ഫോൺ ആണ് അച്ചായ വീട്ടിലില്ല, ഇല്ലെങ്കിൽ പറയും പപ്പ സ്ഥലത്തില്ല. പിന്നെ അവള് സൈബർ സെല്ലിൽ നിന്ന് നോക്കിയാലേ അറിയാവുള്ളൂ പപ്പ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്.
ഇത് ലോത്തിലും കാണുന്ന വ്യക്തമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ലോത്തിന് നല്ല നീളക്കാഴ്ചയാണ് ഉള്ളത്. കാരണം അന്നും അറിയാം, കാരണം കുറച്ചൊക്കെ ഇവർക്കൊക്കെ ജിയോഗ്രഫി അറിയാവുന്നതുകൊണ്ട് ഇവർ കാരണം നീരൊഴുക്കുള്ള സ്ഥലം, കൃഷിയാണല്ലോ പ്രധാന ഇവരുടെ മാർഗം. കാരണം ജോർദാൻ എന്ന് പറയുന്ന, ജോർദാൻ എന്ന രാജ്യത്ത് പോയിട്ടുള്ളവർക്കറിയാം, അമൻ രാജ്യത്ത് പോയിട്ടുള്ളവർക്ക് ചണം കമ്പിളി വ്യവസായങ്ങൾക്ക് കുറച്ച് മുമ്പിൽ നിൽക്കുന്ന സ്ഥലമാണ് തുകല്. ഇതുകൊണ്ടുള്ള വസ്തുക്കളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചണവും കമ്പിളിയും ഒക്കെ വസ്തുക്കളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ആ കാലഘട്ടം 5000 6000 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് ഈ പറയുന്നത്. ഞാൻ 6000 അല്ല, ഏതാണ്ട് 8000-ഓളം വർഷം പഴക്കമുണ്ട് ഇതിന്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇവർക്ക് നീരൊഴുക്കൊരു വിഷയമാണ്. അപ്പൊ ജോർദാൻ നദി വളരെ മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജോർദാന്റെ വടക്ക് നീരൊഴുക്കുള്ള പ്രദേശത്ത് എനിക്ക് തന്നേക്കുക, ഞാൻ എടുത്തോളാം. ഇത് വളരെ ഒരു ഡിമാൻഡിങ് ഒന്നും അല്ല, തന്നാൽ. ഇത് പക്ഷെ അബ്രഹാമിന് മനസ്സിലായി, നല്ല പ്രദേശം എനിക്ക് തന്നെ. അപ്പൊ പക്ഷെ ആ പ്രദേശം എന്താണ്? ഗോമേറയും സോതോമും. ഇവിടെയാണ് ഒരു കോൺട്രഡിക്ടറി ട്വിസ്റ്റ് ഒളിച്ചിരിക്കുന്നത്. ദൈവം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രദേശം നമുക്ക് കൂടുതൽ ആർത്തി വരും. ഇവിടെ ആ പോയിന്റിലോട്ടാണ് ഞാൻ എത്തുന്നത്. ആ പോയിന്റിൽ എത്തിയ ശേഷം ലോത്ത് എങ്ങനെ നീതിമാനായി എന്ന് ഉള്ളതിന്റെ ആ ടോപ്പിക്ക് നമ്മളിത് നിർത്തും. കുറച്ച് 5 മിനിറ്റോടെ കഴിയുമ്പോൾ നിർത്തും. അപ്പം ദൈവം നശിപ്പിക്കാനായി മുൻകണ്ടിരിക്കുന്നതായ ഒരു പ്രദേശം നമ്മൾക്ക് വളരെ ആർത്തി കൂടി. കാരണം ധനപരവും വരുമാനമുള്ള പ്രദേശത്തേക്ക് ലോത്ത് പറഞ്ഞു, അബ്രഹാം കൊടുത്തു. അപ്പോഴും അബ്രഹാമിന് ബാക്കി അവശേഷിക്കുക എത്ര സ്വത്തുണ്ടെന്നൊന്നും അറിയില്ല. ലോത്ത് അങ്ങനെ ആ പ്രദേശത്ത് താമസിക്കുന്നു. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നു 10-20 വർഷം അവിടെ താമസിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾക്കൊക്കെ 10-20 വയസ്സായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 15-16 വയസ്സൊക്കെ ആയിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചു, 2 കുഞ്ഞുങ്ങൾ. അപ്പം ലോത്തിന്റെ ഭാര്യ. അപ്പം ഇങ്ങനെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ലോത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ലോത്ത് അവിടെ പ്രവേശിച്ചിരിക്കുമ്പോഴും ഞാൻ ലോത്ത് നീതിമാനായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം പ്രധാനമായി നമുക്കിത് വായിച്ചാൽ മനസ്സിലാകും. സോതോമും ഗോമേറയ്ക്ക് വേണ്ടി അതിന് വളരെ മുമ്പട്ടെ 2-3 വിഷയങ്ങൾ വീണ്ടും നമുക്ക് സംസാരിക്കുവാനുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, അബ്രഹാമിനെ വിട്ടുപോയ ശേഷം ലോത്ത് ഏലാം രാജാവിന്റെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏലാം രാജാവ് സോതോം ഗോമേറയെ കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് പോയതിലുള്ളതാണ് ലോത്തെ ഭാര്യ, കുഞ്ഞുങ്ങളെ, അതുപോലുള്ള സ്ത്രീകളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ സമയത്ത് അതിനെ രക്ഷിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ലോത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോഴും പഴയ തന്റെ അപ്പന്റെ അനിയൻ, അതായത് ദൂരെയാണ് നിൽക്കുന്നതെങ്കിലും വന്ന് രക്ഷിച്ചുകൊണ്ട് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു വരികയും അവിടെ വെച്ചാണ് മുഖ്യസതയൊക്കെ അപ്പവും ഇഞ്ഞും കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ ദശാംശവും ഒക്കെ പറയുന്നതും ഒക്കെ. അവസാനം തോന്നുന്നു, എനിക്ക് നിന്റെ ഒന്നും വേണ്ട, കാരണം എന്നെ അനുഗ്രഹിക്കുന്നവൻ അബ്രഹാം പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്, ഞാൻ മറ്റുള്ള ആളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം എടുത്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന കാര്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ അവിടെ വെച്ചും ലോത്തിന് സഹായമായി അബ്രഹാം വരുന്നു. അപ്പോഴും ലോത്തിന് കുഴപ്പമൊന്നും ഉള്ളതായിട്ടെങ്കിൽ നമ്മൾ കാണുന്നില്ല. എവിടെയാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്? അവസാനം ആ ദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം, ആ ദേശം വ്യഭിചാരപരമായി, അന്ധവിശ്വാസപരമായി, അന്ധാരാധനയിൽ വളരെ മുമ്പിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത് 2 കോൺട്രഡിക്ടറി അല്ല. തേരഹിന്റെ മകനാണ് ലോത്ത്. തേരഹ് ലോത്തും ഒക്കെ കണ്ടു വളർന്നതും ചെയ്തു വളർന്നതും അന്ധാരാധനയും വിഗ്രഹങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും താൻ വന്ന സോതോം ഗോമോറ പ്രദേശത്തും അവിടെയും വിഗ്രഹങ്ങളുണ്ടാവും. സ്വർഗത്തിലിരിക്കുന്ന ദൈവം അല്ലാതെ കാണാനൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കാണാൻ കഴിയാത്തവരെന്ത് ചെയ്യും? ആ വെറുപ്പും വീഴ്ചയെല്ലാം അവിടെ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കുവോ താഴെ എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യും. സ്വാഭാവികമായ കാര്യമാണ്. അവിടെ ലോത്തും ഉണ്ടാക്കിയിട്ടുണ്ടാകും ദൈവം അവിടെ. പക്ഷെ ലോത്ത് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നില്ല, ആ ദേശത്തെ ജനത ഉണ്ടാക്കിയിരുന്നു. ഇവിടെ 2 തരം വ്യഭിചാരങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, വിഗ്രഹാരാധന എന്ന വലിയ വ്യഭിചാരം, ദൈവത്തിന് പൊറുക്കാൻ കഴിയാത്ത ഒന്ന്. 2, അവിടെ ഭോഗം എന്ന ശാരീരികമായിട്ടുള്ള വലിയ വ്യഭിചാരം. ഇത് 2ഉം ആ ദേശത്ത് നടന്നിരുന്നു. നിലവിളി സ്വർഗത്തിന്റെ സന്നിധിയിൽ എത്തി ജനതയുടെ. അവസാനം 2 ദൂതന്മാർ പുരുഷന്മാർ തന്നെ പറയുന്നുണ്ട്, ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു. അബ്രഹാമോടെ കേടിരക്കുന്നുണ്ടോ? 50 പുരുഷന്മാർ നീതിമാന്മാരുണ്ടെങ്കിൽ ദേശത്തെ നശിപ്പിക്കില്ല എന്ന്. അപ്പൊ 5 പേര് കുറഞ്ഞാലോ എന്ന് ചോദിക്കും. അപ്പൊ 5 പേര് കുറഞ്ഞാലോ എന്ന് വെച്ചാൽ 40,000 കുഴപ്പമില്ല, 40,000 കുഴപ്പമില്ല, 10,000. അവസാനത്ത് 5-ലെത്തുന്നു. 5 പോലും എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ദേശം കത്തി നശിപ്പിക്കുമ്പോഴേ അവിടെയാണ് ലോത്തിനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ദേശത്തോ നീ നിന്റെ ഭാര്യ നിന്റെ മക്കൾ ഓടിപ്പോകാൻ. അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞത്. കാരണം നീതിമാനായതുകൊണ്ട് മാത്രമാണ് ലോത്തിനോട് ലോത്തിന് വേണ്ടി ലോത്തിന്റെ ഭാര്യയും ലോത്തിന്റെ മക്കളും രക്ഷപ്പെടുവാനുള്ള അവസരം ദൈവം കൊടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടും ഇരുന്നില്ല. അടുത്തൊരു വാചകം നിങ്ങൾ വായിക്കണം. അപ്പൊ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകാനാ പറഞ്ഞു. പർവ്വതങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം വിശുദ്ധ ബൈബിളിലുണ്ട്. ദൈവത്തിന്റെ പർവ്വതം,
യേശുക്രിസ്തു പർവ്വതങ്ങളിലേക്ക് കയറിപ്പോയി. ഇങ്ങനെ വളരെയേറെ എല്ലാ പർവ്വതങ്ങളിലും മലകൾക്കും പർവ്വതങ്ങൾക്കും ധാരാളം ഏകാഗ്രതയുടേതായ പ്രദേശത്ത് ധ്യാനത്തിന്റെ അവസ്ഥയിലിരുന്ന പ്രദേശങ്ങൾക്ക് പർവ്വതങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നീ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാനാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ലോകത്ത് ഒരു ചെറിയ എക്സ്ക്യൂസ് ചോദിക്കുന്നുണ്ട്, എനിക്ക് അവിടെ വരെ ഓടിപ്പോകുമ്പോഴത്തേക്ക് കത്തി നശിച്ചു പോകും. ഞാന് സോവാർ വരെ പോയാൽ പോരെ, അടുത്ത പട്ടണമാണ് സോവാർ. പട്ടണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കൊണ്ട് ബോംബെയോ ഡൽഹിയോ ഉള്ള പട്ടണങ്ങളല്ല. ചിലപ്പോൾ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഒരു 100-200 കുടുംബങ്ങളുള്ള പ്രദേശമായിരുന്നിരിക്കാം. ഞാൻ സോവാർ വരെ പോയാൽ പോരെ എന്ന് ഞാൻ ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ചോദിക്കും. പലപ്പോഴും ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ദൈവം നേരിട്ട് അവിടെ ദൂതരം വഴിയോ പറയുന്നുണ്ട്, നീ മതി, നിന്റെ ഈ അപേക്ഷ ഞാൻ കടാക്ഷിച്ചിരിക്കുന്നു, നീ സോവാർ വരെ പോയാൽ മതി. അപ്പൊ സോവാർ വരെ പോയാൽ മതി. ആ സോവാർ നശിക്കും. അപ്പൊ 3 പട്ടണങ്ങളെ നശിപ്പിക്കാനിരുന്നതായ ദൈവം, സോദോമും ഗോമേറയും സോവാറും നശിപ്പിക്കാനിരുന്നതായ ദൈവം സോവാറിനെ നശിപ്പിക്കാതെ ലോത്തിന് വേണ്ടിയും തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കൊടുക്കുകയാണ്. അപ്പൊ സോവാറിലാണ് എത്തുന്നത്. സോവാറിലെത്തി സോവാറിൽ നിന്ന് അവര് പിന്നെ നിൽക്കുന്ന സമയത്താണ് സോദോമും ഗോമേറയും ഗന്ധകം കൊണ്ട് കത്തി നശിക്കുന്നത്. ഈ ഗന്ധകത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ ദൈവമക്കളെ. ഈ ഗന്ധകം അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ ആയിട്ട് തീരുന്നൊന്നും അല്ല. അവസാനം ഗന്ധകത്തിൽ പോയി വെളിപാടിന്റെ അവസാനം വരുന്നുണ്ട്. വിശുദ്ധ ബൈബിള് ഗന്ധകത്തിന് സൾഫറിന് വലിയ പ്രാധാന്യമാണ്. കാരണം വെടിക്കുറ്റി പൊട്ടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. ഭൂമിയിലിട്ട് ഇപ്പം എല്ലാ ആചാരാഘോഷങ്ങൾക്ക് വെടിക്കുറ്റി വെച്ച് നമ്മുടെ എന്താ പറയുക പടക്കമോ കരിമരുന്ന് പ്രയോഗം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അന്ത്യകാലത്ത് ദൈവത്തിന്റെ ശിക്ഷാവിധി വരുമ്പോഴും ഗന്ധക തീപ്പൊയ്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോദവും ഗോമേരെ കത്തിക്കാനും വേറെ കർപ്പൂരവും അല്ലെങ്കിൽ വാട്ടർ ജെറ്റും ഒന്നും അല്ല ദൈവം എടുത്തത്. അതും ഗന്ധകം തീ ഇറക്കിയാ കത്തിച്ചത്. എന്താണ് ഗന്ധകവും തീ ഇറക്കി കത്തിക്കുമ്പോൾ? സ്ഫോടനം, കത്തല്, അഗ്നി, അതുപോലെ കരി കൊണ്ടുള്ള കാർബൺ ശ്വാസം മുട്ടിയുള്ള മരണം ഉറപ്പിക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയുന്നു, മരണം ഉറപ്പിക്കാൻ പോകുമ്പോഴും തന്റെ അവസാനത്തെ ആഗ്രഹമായ അവസാനത്തെ എക്സ്ക്യൂസായ അപേക്ഷയായ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോതെ സോവാർ വരെ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോഴും സോദോമും ഗോമേറയും മാത്രം നശിപ്പിച്ചിട്ട് തനിക്ക് ഓടിപ്പോകുവാനായി ലോത്തിന് അവസരം കൊടുക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയും. അവിടെയാണ് ലോത്ത് നീതിമാനായിരുന്നു എന്ന് പറയുന്നത്. ലോത്ത് നീതിമാനാണെന്ന് വേറെയും പറയുന്നുണ്ട്. പുതിയ നിയമം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 പീറ്റർ 2:7 നമ്മളൊന്ന് വായിച്ചാൽ മനസ്സിലാകും. നീതിമാനായ ലോത്തിനെ രക്ഷിച്ച എന്ന പീറ്റർ പറയുന്നുണ്ട്. ഇതേ പീറ്റർ ആണല്ലോ ഇത് നമ്മുടെ സഭയുടെ സമൂഹത്തിന്റെ ആണിക്കല്ലായിട്ടുള്ള ചില എന്ന് പറയുന്ന നമ്മൾ പാറയായിട്ട് നിൽക്കുന്ന പീറ്റർ. ഈ പീറ്റർ തന്നെ പറയുന്നത് നീതിമാനായ ലോത്തിന്. പീറ്റർ പറയുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞൂടെ? ലോത്ത് എവിടെ പോയിന്നൊന്നും എനിക്കറിയില്ല, സ്വർഗത്ത് പോയോ നരകത്തിൽ പോയോ എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ലോത്ത് നീതിമാനായിരുന്നു. ഒരു ദേശം മുഴുവൻ കത്തി നശിപ്പിക്കുമ്പോഴും ഒരു വ്യക്തിയെ ദൈവം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ ദുഃഖം കാണാൻ കഴിയാത്ത രീതിയിൽ കുടുംബത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നീതിമാനോട് മാത്രമേ ദൈവത്തിന്റെ കരുണ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അബ്രഹാമിനോട് കാണിച്ച അത്രയും തന്നെ നീതി അല്ലെങ്കിൽ സ്നേഹം ലോത്തിനോട് ദൈവം കാണിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ദേശവും നമ്മുടെ ഭാഷയും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സംഘടനകളും സമൂഹവും ഒക്കെ കത്തി നശിക്കപ്പെടാം. കാരണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമൂഹത്തിന്റെ നിലവിളികൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നീണ്ട നാളുകൾക്ക് ശേഷം ദൈവത്തിന് കാത്തിരിക്കാൻ പറ്റില്ല. പല രീതിയിൽ ഗന്ധകം, ഇപ്പം പഴയ കാലത്ത് കൂട്ട് ഗന്ധകത്തിൽ പോയി സ്വർഗത്തിൽ നടക്കേണ്ട കാര്യമില്ല. അത് കൊറിയയോ നോർത്ത് കൊറിയയോടോ അമേരിക്കയോടോ പറഞ്ഞാൽ മതി, കറക്റ്റ് ഗന്ധകത്തിൽ പോയി ഇറക്കി അവരിഞ്ഞോട് വിട്ടോളും. അതും അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററിയോട് പറഞ്ഞാൽ മതി, വിട്ടോളും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതാണ്, ദൈവത്തിന് കാത്തിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവന്റെ വിശ്വസ്തനായ ഒരു വ്യക്തിയെങ്കിലും ഭൂമിയിലുണ്ട് എങ്കിൽ ബാക്കിയുള്ള 99% ദേശത്തെയും ഭാഷയെയും സംഘടനയെയും നശിപ്പിക്കുമ്പോൾ പോലും തന്റെ യഥാർത്ഥ വിശ്വാസിയെ നിലനിർത്തുവാനായി നമ്മുടെ ദൈവം അവനാൽ സകല അധികാരങ്ങളും തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് കൊടുത്ത് നമ്മെ രക്ഷിക്കും. ഇതിനൊരു മറുവശമുണ്ട്. നമ്മളുടെ പാപങ്ങൾ നിമിത്തം നീതിമാനായവന് പോലും ജീവിക്കാൻ വയ്യാതെ അവന്റെ കണ്ണീര് പോലും സ്വർഗത്തെത്തുമ്പോൾ നമ്മുടെ ദേശവും നമ്മുടെ ഭാഷയും നമ്മുടെ പ്രദേശവും നമ്മുടെ സംഘടനയും നമ്മുടെ സമ്പത്തും മുഴുവൻ കത്തി നശിക്കുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ വിശ്വാസം പോകുന്നുണ്ടോ എന്ന് പ്രിയ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ലോത്തിൽ നിന്നൊക്കെ പഠിക്കേണ്ടതായ കാര്യം ഇതാണ്. ലോത്ത് പഴയ ദൈവത്തിലെ ലോത്ത് എങ്ങോട്ട് പോയിരുന്നാലും നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നിത്യമായ ഒരു വാസസ്ഥലം ദൈവം ഒരുക്കിയിട്ടുണ്ട്.
ലോത്ത് നീതിമാനാണെന്ന് 2 മീറ്റർ 2:7 അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ലോത്തോ അതുമല്ലെങ്കിൽ അബ്രഹാമോ ഒന്നും ഇന്നത്തെ പല നമ്മളുടെയൊക്കെ സാമൂഹിക ക്രൈസ്തവ ചുറ്റുപാടിലെ വിശ്വാസങ്ങളിലൊന്നും ഇല്ല താനും. ഒക്കെ അറിയാം നമുക്ക്. പക്ഷെ ഇവരിലൂടെ ഒന്നും നമ്മൾ നീതിയുടേതാ മാർഗം, വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള അവസാന നാളുകളിൽ നമ്മൾ തയ്യാറെടുക്കേണ്ടി വരും. ശിക്ഷാവിധിക്ക് തയ്യാറെടുക്കുന്ന അവസ്ഥ വലിയൊരു അവസ്ഥയാണ്. തൂക്കി കൊല്ലാൻ പോകുന്നവനോട് നാളെയാണ് നിന്റെ കൊല നടക്കാൻ പോകുന്നത് വധം എന്ന് പറയുമ്പോൾ ആ രാത്രി അവന്റെ വേദനകൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ ശരീരത്തിന്റെ വേദനയല്ല അവന്റെ പ്രശ്നം, അവന് നഷ്ടപ്പെട്ടു പോയ ആഗ്രഹങ്ങൾ, അവന്റെ ജീവിതത്തിൽ കടന്നുപോയതായ മാർഗങ്ങൾ. അവൻ നാളെ ജനത്തിന്റെ മുമ്പിലേക്ക് അവൻ ഇറങ്ങി മരണത്തെ നേരിടാൻ പോവുകയാണ്. അവന്റെ മരണത്തിന് അവൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, വേറെ അവന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കോ എല്ലാം നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിലും വലിയൊരു പുസ്തകമോ ഗ്രന്ഥമോ ഇല്ല ദൈവമക്കളെ. സകലതും ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. ഉത്തമമായ ഉദാഹരണങ്ങളുടെയും ചരിത്രങ്ങളുടെയും നമുക്ക് തന്നിരിക്കുന്നു. പോരാത്തതിന് ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു നമ്മളെ. പക്ഷെ നമ്മൾക്കിതൊന്നും പോരാ. നമ്മളുടെ ഈ പോരായ്മയോ നമ്മൾ കൊണ്ടെത്തിക്കുന്നതോ നമ്മുടെ ഏറ്റവും വലിയ ശിക്ഷാവിധിയായ നമ്മുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആണ് എന്നുള്ളത് മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നില്ല ഇനി ഒരിക്കലും ഭൂമിയിൽ ഒരു മിഷണറിമാരുടെ മിഷൻ പ്രവർത്തനത്തിന് ആവശ്യമുണ്ടെന്ന്. കാരണം യേശുക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അറിയാത്ത എന്നാണ്. ഇറ്റ്സ് ഇൻഫർമേഷൻ, ഇറ്റ്സ് നോട്ട് നോളജ്. അറിയുന്ന എല്ലാ ഏതെങ്കിലും ഭാഷകളിൽ 885 ഭാഷകൾ ഭൂമിയിലുള്ളതിൽ ഏതെങ്കിലും പത്രങ്ങളിലെ പേപ്പറിൽ യേശു എന്ന് എഴുതി അറിയാത്ത ഒരാളും ഭൂമിയിലില്ല. നമ്മളൊക്കെ പക്ഷെ നമ്മൾ ഇനിയിപ്പം പുതിയ മിഷണറി പ്രവർത്തനങ്ങളുമായിട്ട് പോയിട്ട് കാര്യമില്ല. പകരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. നിലനിൽക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളിലും നിലനിൽക്കുന്നതായ ഓരോ വ്യക്തിയും കർത്താവിലൂടെ അല്ലാതെ ആർക്കും നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ പ്രിയ സഹോദരനോട് സഹോദരിയോട് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്കങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അന്വർത്ഥമാണ്. നമുക്ക് തീർച്ചയായിട്ടും നിത്യതയിൽ പ്രവേശിക്കുവാനായി നമുക്ക് നമ്മുടെ സഹോദരനെയും നമ്മളെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസ ജീവിതം അർത്ഥശൂന്യമായിരിക്കുന്നു. ലോത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയാൽ ഒരുപാട് നന്മയിലൂടെ ദൈവം കൊടുത്തു. പക്ഷെ ദുഃഖത്തിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വന്നു. ലോത്തിന്റെ 2ാം ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് വരും. ലോത്തിന്റെ 2 പെൺമക്കൾ മുഖാന്തരം, സാമൂഹിക ചുറ്റുപാടുകൾ മുഖാന്തരം. എന്നാൽ ഈ ലോത്താണെന്ന് ആലോചിക്കണം. 2 ദൂതന്മാർക്ക് വേണ്ടി ദ്വേഷം മുഴുവൻ ഭോഗിക്കുവാനായി 2 ദൂതന്മാർക്ക് വേണ്ടി വരുമ്പോഴേ തന്റെ പ്രിയ ശരീരത്തിൽ നിന്ന് ജനിച്ചായ തന്റെ സ്വന്തം പെൺമക്കളെയും തരാം ദൂതന്മാരെ രക്ഷിക്കണം എന്ന് കേളപേക്ഷിക്കുന്ന ലോത്തിനെ നമുക്ക് അവിടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവന്റെ കഥക് ഞെരിക്കാനായിട്ട് വെളിയിൽ നിന്ന് വന്ന പുരുഷന്മാർ വരുന്നു എന്നാണ് പറയുന്നത്. സ്വതം ഗോമേരയിരുന്നു. അപ്പോൾ തന്റെ കുടുംബാംഗങ്ങളെ തരാം ദൂതന്മാരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ലോത്താണ്. എന്നിട്ടും ആ ലോത്ത് നീതിമാനായിട്ടും വളരെയേറെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് ഇന്ന് നമ്മുടെ ചരിത്രത്തിന്റെ രേഖകളില് ലോത്തിന്റെ മക്കളിലൂടെ ജനിച്ച 2 കുലങ്ങൾ ഇന്നും നിത്യതയെ കാണാത്തതായ യാക്കോബിന്റെ മക്കളുടെ കൂട്ടത്തിൽ പെടാത്തതായ ഒരവസ്ഥ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. അപ്പൊ എന്റെ പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ലോത്ത് നീതിമാനായിരുന്നു, നമ്മളെ പോലെ തന്നെയായിരുന്നു. നമ്മളെല്ലാം നീതിമാന്മാരാ. പക്ഷേയോ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് നിത്യതയിൽ നമ്മുടെ പേരെഴുതി ചേർക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു ജീവിച്ചു മരിച്ചു, യാതൊരു പ്രയോജനവുമില്ല. കർത്താവ് നിങ്ങളെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുവാനായി പരിശുദ്ധാത്മാവിനാൽ സത്യദൈവത്തിലുള്ള വിശ്വാസവും കർത്താവിന് വേണ്ടിയുള്ള ജീവിതവും നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹം നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഭൂമിയിലെ ചെറിയ ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ നിത്യതയിൽ പ്രവേശിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ.